തിരുവചനം തിരുവചനം. ഈ സമയം നമുക്ക് ഈ തിരുവചനങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ഈ തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നീ ലോകത്തിലേക്ക് വരികയും പിതാവിൻ്റെ സ്നേഹം സ്വന്തം ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്ത നല്ല ഈശോയെ, ഈ സമയം നിൻ്റെ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ഈ വചനങ്ങളനുസരിച്ച് ജീവിക്കുവാനും നിന്നിൽ നിന്ന് പഠിക്കുവാനും ഞങ്ങളെ നീ കൂടുതൽ പ്രാപ്തരാക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ ആവസിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് തിരുവചനങ്ങൾ ധ്യാനിക്കുവാനും ഗ്രഹിക്കുവാനും പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നേ ദിവസം നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള വചനങ്ങളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ധൂർത്തപുത്രൻ്റെ ഉപമ. ഈ ഉപമയിൽ 3 വ്യക്തികളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. പിതാവ്, മൂത്ത മകൻ, ഇളയ മകൻ. ഈശോ ഈ പിതാവിനെ നമുക്ക് കാണിച്ചു തരിക സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രതിരൂപമായിട്ടാണ്. ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വഭാവം അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമുക്കറിയാം, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഈ പിതാവിൻ്റെ ഒരു സ്വഭാവം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോഴേ എല്ലാവരും കുഞ്ഞുങ്ങളെ ചെന്ന് ചുംബിക്കും. ഇത് തന്നെയാണ് നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഈ വിശുദ്ധ രൂപങ്ങൾ അല്ലെങ്കിൽ കുരിശിനെയൊക്കെ തൊട്ട് നമ്മൾ ചുംബിക്കുക. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. നമ്മൾ സ്വർഗത്തിൽ നിന്നും ദൈവം നമ്മളെ സൃഷ്ടിച്ച ഈ ഭൂമിയിലേക്ക് ആക്കുമ്പോൾ ഈ ദൈവിക സ്വഭാവമാണ് നമുക്കുള്ളത്. ഓരോ കുഞ്ഞിനുമുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അവന് കളങ്കം എന്തെന്നറിയില്ല, പാപം എന്തെന്നറിയില്ല, വഞ്ചന എന്തെന്നറിയില്ല, ചതികൾ എന്തെന്നറിയില്ല. അവന് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴോ വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ ലോകത്തിൻ്റെ സ്വഭാവം ആ കുഞ്ഞ് പഠിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, അപ്പൻ്റെ സ്വഭാവം തന്നെയാണ് കുഞ്ഞിനെന്ന്. ആ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം തന്നെയായിരിക്കണം നമ്മളുടെയും സ്വഭാവം. ഈ സ്വർഗീയ സ്വഭാവമായിരിക്കണം നമ്മുടേതും. എന്നാൽ സത്യത്തിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകം നമ്മളെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് ഈ തിരുവചനത്തിൽ നമുക്ക് മൂത്ത മകനെ പറ്റി ഒന്ന് ധ്യാനിക്കാം. 25 മുതലുള്ള വാക്യങ്ങളാണ്. ഇവിടെയാണ് മൂത്ത മകനെ പറ്റി സംസാരിക്കുക. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിൻ്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിൻ്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ആണ് കായേനും ആബേലും പറ്റി സംസാരിക്കുക. അവിടെയും നമുക്ക് ഈ കായേനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ്റെ മുഖം കറുത്തു. കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തിനാ? പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും മൂത്ത മകൻ
അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. ആദ്യത്തെ ദിവസം നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അത് കായേനും ആബേലും, ഇവിടെ ധൂർത്തപുത്രനും മൂത്ത മകനും. ഈ മൂത്ത മകൻ അവൻ കോപിച്ചു. കായേനെ പറ്റി പറയുന്നത് അങ്ങനെ തന്നെയാണ്. അവൻ്റെ മുഖം വാടി, അവൻ്റെ മുഖം കറുത്തു, അവൻ കോപിച്ചു. ഈ മൂത്ത മകൻ വയലിലായിരുന്നു, കായേനും വയലിലായിരുന്നു. പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും അവർ ദൂരെയായിരുന്നു. വയലിൽ പിതാവിൻ്റെ ഭവനത്തിൽ ജീവിച്ചിരുന്ന മൂത്ത മകൻ വയലിലായിരുന്നു. ആ ഭവനത്തിലായിരുന്നില്ല, വയലിലായിരുന്നു. വയലിൽ വെച്ചാണ് വീട്ടിലെ സംഗീതമെല്ലാം കേൾക്കുക. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് പോകുമ്പോഴും വീട്ടിലായിരുന്ന സമയത്തും പലപ്പോഴും എനിക്ക് ആങ്ങളമാർക്ക് പിള്ളേരുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിരിക്കുന്ന ഇതാണ്, മക്കളെന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ അപ്പന്മാർ പറയും, ഇവള് എൻ്റെ മോളാണ്. എന്തെങ്കിലും നല്ലതല്ലാത്ത ചെയ്യുമ്പോൾ അമ്മോട് പറയും, ഇത് നിൻ്റെ മോനല്ലേ, നിൻ്റെ മോളല്ലേ. നമ്മൾ പലപ്പോഴും വീടുകളിൽ കേൾക്കുന്ന ഒരു സംഭവമാണ്. നല്ലത് ചെയ്യുമ്പോൾ എൻ്റെ മോൾ അല്ലെങ്കിൽ എൻ്റെ മോൻ, എന്തെങ്കിലും നല്ലതല്ലാത്ത ചെയ്യുമ്പോൾ ഫാദേഴ്സ് അവർ പറയുന്നതാണ് അമ്മയുടെ അടുത്ത്, നിൻ്റെ മോളല്ലേ, നിൻ്റെ മോനല്ലേ എന്ന്. ഈ മൂത്ത മകൻ വയലിലായിരുന്നപ്പോൾ സംഗീതം കേട്ടപ്പോൾ ആ പിതാവുമായിട്ട് നല്ല ബന്ധം ഈ മൂത്ത മകൻ ഉണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷേ ഒരു നല്ല ബന്ധമായിരിക്കില്ല അവർക്കുണ്ടാകുക. ഒരു നല്ല ബന്ധമായിരുന്നെങ്കിൽ ഒരു ദാസനെ വിളിച്ചിട്ട് ചോദിക്കില്ലായിരുന്നു എന്താണ് അവിടെ നടക്കുന്നതെന്ന്. ഈ മൂത്ത മകൻ ഒരു ദാസനെ വിളിച്ചിട്ടാണ് ചോദിക്കുക അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന്. ആ ഒരു വീട്ടിൽ പിതാവിൻ്റെ ഒപ്പം താമസിച്ചിട്ടും ആ പിതാവിനെ മനസ്സിലാക്കാത്ത, പിതാവിനിൽ നിന്നും പഠിക്കാത്ത, പിതാവിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളാത്ത ഒരു മകനാണ് മൂത്ത മകൻ. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ, നമുക്കൊരു നല്ലൊരു ബന്ധമുണ്ടെങ്കിലാണ് നമ്മൾ നേരിട്ട് ചോദിക്കുക. നേരിട്ട് ചോദിച്ച കാര്യങ്ങൾ അറിയുവാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു പ്രോപ്പർ വേയിലല്ല ഇൻഫോർമേഷൻ എല്ലാം സ്വീകരിക്കുക. ഈ പിതാവിൻ്റെ അടുത്തേക്ക് മൂത്ത മകൻ ഈ സംഗീതം കേട്ടപ്പോൾ അവന് പിതാവുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ സംഗീതം കേട്ടപ്പോൾ അവനിലും ഒരു സന്തോഷം വരേണ്ടതാണ്. അവൻ ആ സന്തോഷത്തിൽ അവൻ പങ്കുചേരേണ്ടതാണ്. അങ്ങനൊരു സംഗീതം വീട്ടിൽ കേൾക്കുമ്പോൾ അവൻ ഓടി വീട്ടിലേക്ക് കയറി വരേണ്ടതാണ്. പക്ഷെ ബൈബിളിൽ പറയുക, അവൻ വീട്ടിലേക്ക് കയറി വരാൻ വിസമ്മതിച്ചു. ഈ സന്തോഷമൊന്നും ഉൾക്കൊള്ളാനായിട്ട് അവൻ സന്നദ്ധനായിരുന്നില്ല. ഈ മൂത്ത മകൻ പിന്നെ ചെയ്യുന്നത് ഇളയ മകൻ്റെ കുറ്റങ്ങൾ നിരത്തി വയ്ക്കുകയാണ്. നിൻ്റെ ഈ മകൻ എൻ്റെ സഹോദരൻ എന്നല്ല മൂത്ത മകൻ പറയുക, എൻ്റെ സഹോദരൻ എന്നല്ല, നിൻ്റെ ഈ മകൻ വേശ്യകളോട് കൂട്ടുചേർന്ന് നിൻ്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച് നിൻ്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. എൻ്റെ സഹോദരൻ എന്ന ഈ മൂത്ത മകൻ വിട്ടിട്ട് നിൻ്റെ മകൻ എന്നാണ് ആവർത്തിച്ച് പറയുക. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നല്ലത് ചെയ്യുമ്പോൾ എൻ്റെ എന്നും തെറ്റ് ചെയ്യുമ്പോൾ നിൻ്റെ എന്നും പറയുന്ന ഒരു കുടുംബജീവിതമാണ് നമുക്കുള്ളത്. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നൊരു സംഭവമാണ്. എപ്പോഴെല്ലാം നിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മൂത്ത മകൻ്റെ ആ സ്വഭാവത്തിലേക്കാണ് നമ്മൾ കടന്നു പോവുക. ഈ മൂത്ത മകനെയാണ് നമ്മൾ അനുകരിക്കുക. കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, അവൻ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ആ മൂത്ത മകൻ്റെ ഒരു സ്വഭാവമാണ് നമ്മളെടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു,
ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമുക്ക് നമ്മൾ അനുകരിക്കേണ്ടത്, തീർച്ചയായിട്ടും നമ്മൾ ആയിരിക്കേണ്ടത് ആ പിതാവിൻ്റെ ഒരു മനോഭാവം, പിതാവിൻ്റെ ഒരു സ്വഭാവമാണ്. രണ്ടാമത്, ആ ധൂർത്തപുത്രനിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. ഒരു മാതൃകയും ഒന്നും പഠിക്കാനില്ലാത്തത് ഈ മൂത്ത മകനാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ പല സാഹചര്യങ്ങളിലേക്കും ഒന്ന് കടന്ന് ചിന്തിക്കുവാണെങ്കിൽ പലപ്പോഴും ഈ മൂത്ത മകൻ്റെ റോളിലാണ് നമ്മൾ. കുറ്റങ്ങൾ നിരത്തി കാണിക്കുക, പ്രോപ്പർ വേയിൽ നിന്നല്ലാതെ ഇൻഫോർമേഷൻസ് സ്വീകരിക്കുക, കൂടെ ജീവിച്ചെങ്കിലും മാനസികമായിട്ട് അകന്ന് ജീവിക്കുക. എനിക്കറിയില്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണ്, കുടുംബങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ജോലി ചെയ്ത് വരുന്ന ഭർത്താവ് മോനോട് ചോദിക്കും, അമ്മച്ചിക്ക് ഇന്ന് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അമ്മച്ചി എന്താ ഇന്ന് ഇങ്ങനെ നടക്കുന്നത്, എന്തുകൊണ്ട് നേരിട്ട് പോയി ചോദിക്കുന്നില്ല? ആ ഒരു മാനസികമായ ഒരു അകലം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നേരിട്ടൊന്നും പോയി ചോദിക്കാത്തത്. രണ്ടാമതായിട്ട് ഈ മൂത്ത മകൻ്റെ സ്വഭാവത്തിൽ മൂത്ത മകൻ പറയുന്നുണ്ട്, എത്ര വർഷമായി നിനക്ക് ദാസവേല ചെയ്യുന്നു. മകനാണെങ്കിലും മകനാണെന്ന് അവൻ മറന്നുപോയി. വീട്ടിൽ ജോലി ചെയ്യുന്നത് മൂത്ത മകൻ്റെ വീട്ടിലാണ് ജോലി ചെയ്യുക, മൂത്ത മകൻ്റെ വീട്ടിലാണ് അവൻ താമസിക്കുക. ആ മൂത്ത മകൻ ആ മകൻ്റെ സ്ഥാനം മനസ്സിലാക്കാതെ മൂത്ത മകൻ തന്നെ പറ്റി പറയുകയാണ്, ഞാൻ ഇവിടെ ദാസവേല ചെയ്യുന്നു. മകനാണെന്നുള്ളൊരു ആ കാര്യം അവൻ മറന്നുപോയി. ഇളയ മകൻ അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പിതാവിനോട് പറയുകയാണ്, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടാനായിട്ട് എനിക്ക് യോഗ്യതയില്ല, നിൻ്റെ ദാസരിൽ ഒരുവനായിട്ട് നീ എന്നെ കാണുക. മൂത്ത മകൻ ആ മകൻ എന്ന യോഗ്യത, ആ മകൻ എന്ന വില അവൻ മനസ്സിലാക്കുന്നില്ല, അവനതറിയില്ല. മകനായിരിക്കെ മൂത്ത മകൻ പറയുകയാണ്, ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു, എൻ്റെ വീടാണ്, എൻ്റേതാണ്. ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ അവൻ മറന്നുപോയി. പിതാവിൻ്റെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൂത്ത മകനാണ് യഥാർത്ഥത്തിൽ ധൂർത്തപുത്രൻ. ധൂർത്തടിച്ച് പോയവനല്ല, ഈ മൂത്ത മകനാണ് യഥാർത്ഥത്തിൽ ധൂർത്തപുത്രൻ. ശാരീരികമായിട്ട് പിതാവിൻ്റെ ഒപ്പമാണെങ്കിലും മനസ്സുകൊണ്ട് പിതാവിൽ നിന്നും വളരെ ദൂരെയാണ് ഈ മൂത്തപുത്രൻ. ഇളയ മകൻ ശാരീരികമായിട്ട് ദൂരെയായിരുന്നെങ്കിലും മനസ്സിൽ അവൻ്റെ പിതാവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് സുബോധം വന്നപ്പോൾ അവൻ ഓർത്തത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം ദാസരുണ്ട്, അവരെന്നേക്കാളും സുഭിക്ഷമായി ജീവിക്കുന്നു. ദൂരെയായിരുന്നെങ്കിലും പിതാവിനെ അവൻ ഓർത്തിരുന്നു. മൂത്ത മകൻ കൂടിയായിരുന്നെങ്കിലും പിതാവിൽ നിന്നും വളരെ ദൂരെയാണ്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സ് എന്തുമാത്രം അകലെയാണ് ദൈവത്തിൽ നിന്ന് എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ പ്രാർത്ഥനകളും പള്ളിയിലും ഇതൊക്കെ പോകുന്നത് എല്ലാവരും പോകുന്നു അതുകൊണ്ട് ഞാനും പോകുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നു, അങ്ങനെ തന്നെയാണോ? അതെയോ, ഞാൻ ദൈവമായിട്ട് എൻ്റെ ഉള്ളുമായിട്ട്, എൻ്റെ ഹൃദയവുമായിട്ട് ദൈവമായിട്ട് എന്തുമാത്രം ഞാൻ അടുപ്പത്തിലാണ്. ഞാൻ പള്ളിയിൽ പോയതുകൊണ്ട് മാത്രം ദൈവമായിട്ട് എനിക്ക് ഇൻറ്റിമസി ഉണ്ടാകണമെന്നില്ല. ദേവാലയത്തിലായിരുന്നതുകൊണ്ട് മാത്രം എനിക്ക് ദൈവാനുഭവം ഉണ്ടാകണമെന്നുമില്ല. എൻ്റെ മനസ്സൊരു പക്ഷേ ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയായിരിക്കും. ഈ മകൻ പറയുന്നുണ്ട്, ഒരിക്കലും നിൻ്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല, എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. ആ മൂത്ത മകൻ അങ്ങനെ പറയുമ്പോൾ നമുക്ക്
വിശ്വസിക്കാനായിട്ടൊരല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇളയ മകൻ സ്വത്തിൻ്റെ പകുതി ചോദിച്ചപ്പോൾ കൊടുത്തൊരു പിതാവിനെയാണ് ഈശോയുടെ വരച്ച് കാണിച്ചത്. മൂത്ത മകൻ പറയുക, ഒരു ആട്ടിൻകുട്ടിയെ പോലും എനിക്ക് തന്നില്ല. പിതാവിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്, മകനെ, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ആ പിതാവിൻ്റെ വലിയ മനസ്സ് കാണുവാനായിട്ട് ഈ പുത്രന് സാധിച്ചിട്ടില്ല. പിതാവിനുള്ളതെല്ലാം പുത്രൻ്റേതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ടും ഈ പുത്രന് സാധിച്ചിട്ടില്ല. ഒരു ദാസനായിട്ടാണ്, ദാസ്യവേല ചെയ്യുന്നു. വളരെ ചെറുതായിട്ടാണ് അവനെ തന്നെ കാണിച്ചു വയ്ക്കുക. ഈ മാമോദീസായിലൂടെ നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം, ജന്മപാപത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം മാമോദീസായിലൂടെ നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. ദൈവത്തിനുള്ളതെല്ലാം എൻ്റേതാണ്, ഞാൻ ദൈവത്തിൻ്റേതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വളരെ സന്തോഷമുള്ളവരായിരിക്കും. ഈ മൂത്ത മകനിൽ പറയുക, അവൻ കോപിച്ചു. ഒന്ന് ചിന്തിക്കുന്ന നല്ലതായിരിക്കാം, നമ്മുടെ കോപത്തിന്, നമ്മുടെ മുഖം കറുക്കുന്നതിന്, മുഖം വാടുന്നതിന് കാരണം എന്താണ്? തീർച്ചയായിട്ടും മറ്റുള്ളവരാണ്. നമ്മളെപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. ഇവിടെയും വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഈ മകൻ തിരിച്ചു വന്നതിൽ പിതാവ് സന്തോഷിക്കുന്നതിലൊന്നും ഈ മൂത്തപുത്രന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മാനുഷികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മൂത്തപുത്രൻ്റെ പ്രശ്നം ഇനിയുമുള്ള ഓഹരി രണ്ടാക്കി ഭാഗിക്കണം. മെറ്റീരിയലാണ് പ്രശ്നം. അവൻ കോപിച്ചത് ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ ഇനിയും ഉള്ള സ്വത്തെല്ലാം രണ്ടായി ഭാഗിക്കേണ്ടി വരുമല്ലോ, ആ ഒരു എഗോയിസ്മും, ഒരു സ്വാർത്ഥത, അതാണ് അവനെ കോപിപ്പിച്ചത്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ കോപത്തിന് കാരണം എന്താണ്? ആ പിതാവ് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. പിതാവിന് സ്വാർത്ഥതയില്ല. പിതാവ് പറയുന്നത് എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഈ മൂത്ത മകൻ ചിന്തിക്കുന്നത് എനിക്കുള്ളത് ഇനി ഇവനുമായി പങ്കുവയ്ക്കണം. ആ ഒരു സ്വാർത്ഥതയിൽ നിന്നാണ് ഇവന് ദേഷ്യം വരിക. പഴയ നിയമത്തിലും ആബേലിൻ്റെ ബലി പിതാവ് സ്വീകരിക്കുന്നു. ആബേൽ ചെയ്യുന്നതെല്ലാം പിതാവിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കായേന് കോപം വരിക. പഴയ നിയമത്തിൽ പിതാവ് ദൈവം ചോദിക്കുന്നുണ്ട്, നീയും നല്ലത് ചെയ്താൽ നിന്നിലും ഞാൻ പ്രീതിപ്പെടുകയില്ലേ? നമ്മൾ തെറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർ ഏതെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തെറ്റിനെ മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോഴാണ് നമുക്ക് കോപം വരിക. ആരോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, മറ്റുള്ളവർ ഞാൻ ചെയ്യുന്ന അതേ തെറ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് അതേപോലെ ചെയ്യുന്നില്ല എന്നുള്ളൂ. വേറൊരു തെറ്റുകളാണ് അവർ ചെയ്യുക. അതിൽ നമുക്ക് കോപം വരും. എന്നാൽ ഈ പിതാവ് വീട്ടിലേക്ക് കടന്നു വരാൻ കോപിച്ച് വിസമ്മതിച്ച് നിന്ന ആ മകൻ്റെ അടുക്കിലേക്കും പിതാവ് പോകുന്നുണ്ട്. അവനെ സ്വാന്തനപ്പെടുത്താനായിട്ട് പിതാവ് പരിശ്രമിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്, നീ എൻ്റെ കൂടെയില്ലേ? നിൻ്റെ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു, നമുക്ക് സന്തോഷിക്കാം. മറ്റുള്ളവരുടെ തിരിച്ചു വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. തെറ്റ് ചെയ്യുന്നവരെ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തുമാത്രം നമ്മൾ തയ്യാറാണ് അവർ ആയിരുന്ന ആദ്യ സ്ഥിതിയിൽ ആയിരുന്നതുപോലെ അവരെ സ്വീകരിക്കാനായിട്ട്? തിരിച്ചു വരാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചാലും എന്തുമാത്രം നമ്മൾ തയ്യാറാണ് അവരെ അംഗീകരിക്കാനായിട്ട്? തിരിച്ചു വന്നാലും അവർ ചെയ്ത ആ തെറ്റുകൾ ആവർത്തിച്ച് അവരെ ഓർമ്മിപ്പിക്കാനല്ലേ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കാം? മറ്റുള്ളവരുടെ തിരിച്ചുവരവിൽ എന്തുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല? മറ്റുള്ളവരുടെ വളർച്ചയിൽ എന്തുകൊണ്ട് നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നില്ല? മറ്റുള്ളവരുടെ കഴിവുകളിൽ, അവരുടെ വിജയങ്ങളിൽ
എന്തുകൊണ്ട് നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നില്ല? സന്തോഷിക്കാൻ സാധിക്കാതെ വരുമ്പോഴെല്ലാം ഈ മൂത്ത പുത്രൻ്റെ ആ ഒരു റോളിലാണ് നമ്മൾ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും മറ്റുള്ളവരെ പഴി പറഞ്ഞും അവരുടെ തെറ്റുകൾ ആവർത്തിച്ച് പറയുമ്പോഴും നമ്മൾ ഈ മൂത്ത പുത്രനെ പോലെയാണ്. മൂത്ത പുത്രനിൽ നിന്നും പഠിക്കേണ്ടവരല്ല നമ്മൾ. പിതാവിൽ നിന്നും ഈ ധൂർത്തപുത്രനിൽ നിന്നും നമുക്ക് പഠിക്കാം. നമ്മൾ ആയിരിക്കേണ്ടത് ഈ പിതാവിനെ പോലെയാണ്. നമ്മളോട് ക്ഷമിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളും ക്ഷമിക്കാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. പിതാവ് ഇളയ മകനോട് ക്ഷമിച്ചു, എന്നാൽ മൂത്ത മകൻ തൻ്റെ സഹോദരനോട് ക്ഷമിക്കാനായിട്ട് തയ്യാറല്ല. അതുകൊണ്ടാണ് അവൻ ആവർത്തിച്ച് പറയുക, നിൻ്റെ മകൻ. എൻ്റെ സഹോദരൻ തിരിച്ചു വന്നു, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ എന്ന് പറയുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. കാരണം അവൻ്റെ മനസ്സ് പിതാവിൽ നിന്നും ഇളയ മകനിൽ നിന്നും വളരെ ദൂരെയാണ്. നമ്മുടെ സ്വഭാവത്തിൽ ഈ മൂത്ത മകൻ്റെ മനോഭാവമുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇളയ മകനെ പോലെയെങ്കിലും ആകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത്, ഈശോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പിതാവിനെ പോലെ ആകാനുള്ള ഒരു ദൈവവിളിയാണ് നമുക്കുള്ളത്. കുറച്ചെങ്കിലും നല്ലതായിട്ട് ജീവിക്കാനല്ല, പിതാവിനെ പോലെ പരിപൂർണനാകാനുള്ള ഒരു ദൈവവിളിയാണ് മാമോദിസയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ വിളി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ അപ്പൻ്റെ സ്വഭാവം, നമ്മളുടെ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം, ആ മനോഭാവം നമ്മളിൽ വളർത്തിയെടുക്കാനായിട്ട് ഈ തിരുവചനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.